ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗിൻ്റെ 2 മാർക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ സീരീസിൻ്റെ അടുത്ത പാർട്ടായിട്ടാണ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒന്നുകൂടെ അത് റിവൈസ് ചെയ്യും. ആൻഡ് ഗൈസ്, ഇത് പഠിച്ച ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഇതിൽ നിന്നും വരാതിരിക്കത്തില്ല, ഉറപ്പാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ സോർട്ട് ഔട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ആൻഡ് 2 ഇൻഡിക്കേഷൻസ് ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് സീവിയർ അനീമിയ, അതുപോലെ തന്നെ മാസീവ് ബ്ലഡ് ലോസ്, അതായത് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? 2 ഇൻവേസീവ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ് ഓഫ് കാർഡിയക് ഡിസീസ്, അതായത് പെയിൻ ഇല്ലാത്ത പ്രൊസീജിയർ ഇലക്ട്രോ കാർഡിയോഗ്രാം അല്ലെങ്കിൽ ECG അല്ലെങ്കിൽ EKG, പിന്നെയുള്ളതാണ് എക്കോ കാർഡിയോഗ്രഫി എന്ന് പറയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ്, അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു, തേർഡ് ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് നമ്മൾ കൺസെൻറ്റ് വാങ്ങിക്കുന്നത്? ഇത് മാത്രമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന പോയിൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ബേസിക് ആയിട്ട് ഒരു സർജറി അല്ലെങ്കിൽ ഇൻവേസീവ് പ്രൊസീജിയർ, അതിൻ്റെ റിസ്ക്, എത്തിക്കൽ ഇഷ്യൂസ് ഒന്നും വരാതിരിക്കാൻ ഏതെങ്കിലും റിസർച്ച് പ്രൊസീജിയേഴ്സിനും നമ്മൾ കൺസെൻറ്റ് വായിക്കണം. ഇനിയുള്ളതാണ് 2 കോംപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ചർ. ഓൾറെഡി പറഞ്ഞു ഫ്രാക്ചർ എന്താണ്, ദാറ്റ് ഈസ് ദ ബ്രേക്കിംഗ് ഓഫ് എ ബോൺ. പല രീതിയിലുള്ള ഫ്രാക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതുവഴി വരുന്ന കോംപ്ലിക്കേഷൻസ് ആണ് നോൺ യൂണിയൻ ഓർ മാൽ യൂണിയൻ, അതുപോലെ തന്നെ ഫാറ്റ് എംബോളിസം സിൻഡ്രോം. ഇനിയുള്ളതാണ് 2 സർജിക്കൽ പ്രൊസീജിയേഴ്സ് ഓഫ് ബിനൈൻ പ്രോസ്തറ്റിക് ഹൈപ്പർട്രോഫി. നമ്മൾ ഓൾറെഡി ബിനൈൻ പ്രോസ്തറ്റിക് ഹൈപ്പർട്രോഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഇസ് ട്രാൻസ്യൂറത്രൽ റിസെഷൻ ഓഫ് ദ പ്രോസ്റ്റേറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ലേസർ പ്രോസ്തെക്ടമി. പിന്നെയുള്ളതാണ് 2 ജെറിയാട്രിക് പ്രോബ്ലം. അതായത് ജെറിയാട്രിക് ഇസ് എനിത്തിങ് റിലേറ്റഡ് ടു ഓൾഡർ അഡൽട്ട്സ്. അത് ഓസ്റ്റിയോപോറോസിസ്, ഡെമൻഷ്യ, അതുപോലെ ഓസ്റ്റിയോമലേഷ്യ, എന്ത് വേണേലും ആവാം. ഓക്കെ. പിന്നെ 2 ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഡിസീസ്, ദാറ്റ് ഇസ് പൾമിനറി എഡീമ ആൻഡ് ഫറ്റീഗ് ആൻഡ് വീക്ക്നെസ്. ഇനിയുള്ളത് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രഗ് യൂസ്ഡ് ഇൻ ICU വാസോ പ്രസേഴ്സ് ആണ്, അതായത് ബ്ലഡ് പ്രഷറിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതിൻ്റെ എക്സാമ്പിളാണ് ഡോപ്പാമൈൻ, എപ്പിനെഫ്രിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ എന്നാണ് പറയുന്നത്. ഇനിയുള്ളതാണ് സെഡേറ്റീവ് എന്ന് പറയുമ്പോൾ സെഡേഷന് വേണ്ടി, പെയിൻ അറിയാണ്ടിരിക്കാൻ വേണ്ടി, ദാറ്റ് ഇസ് മിഡാസുലാം. ആൻഡ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാങ്കോമൈസിൻ, അത് ഇൻഫെക്ഷൻസ് ഒക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നെ അനൽജസിക്, പെയിൻ കില്ലറായിട്ട് മോർഫിൻ, അതുപോലെ തന്നെ ഇബ്യൂപ്രൂഫനൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇബ്യൂപ്രൂഫൻ, അങ്ങനെ എന്തൊക്കെയാണോ നിങ്ങൾക്ക് പെയിൻ കില്ലേഴ്സ് ആയിട്ട് അറിയാവുന്നത് അതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കൊടുക്കാം. ഓക്കെ. ഇനിയുള്ളതാണ് നമ്മൾ അറൗണ്ട് 22 ക്വസ്റ്റ്യൻസ് ഉണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ആൻഡ് ഇറ്റ് വിൽ ബി ആസ്കിങ് ഫോർ 2 മാർക്സ് ഫോർ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1. അപ്പോൾ കാർഡിയക് ബയോമാർക്കേഴ്സ്, അതായത് നമ്മൾ ബയോകെമിസ്ട്രിയിൽ ഇത് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ആൻഡ് ഇത് ഇപ്പോൾ ഇവിടെ എന്താണിത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കാർഡിയോവാസ്കുലർ സിസ്റ്റം പഠിക്കുന്നുണ്ട്. അപ്പം നമുക്കിത് എന്താണ്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ്. അതായത് ഈ ഒരു എൻസൈംസിൻ്റെ ഒക്കെ എലവേഷൻ കാരണം അവിടെ കാർഡിയാക് ഡിസോർഡേഴ്സ് ഉണ്ടെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ. ആൻഡ് ഫസ്റ്റ് വൺ ആണ് ട്രോപ്പോണിൻ ആൻഡ് ട്രോപ്പോണിൻ I ആൻഡ് ട്രോപ്പോണിൻ T. ഇതാണ് ഏറ്റവും സ്പെസിഫിക് മാർക്കേഴ്സ് ഫോർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്താണ്? നമ്മുടെ ഹാർട്ട് അറ്റാക്ക്. ഓക്കെ. അപ്പം മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ്റെ ഏറ്റവും സ്പെസിഫിക് മാർക്കേഴ്സ് ഏതാണ്? ട്രോപ്പോണിൻ I ആൻഡ് ട്രോപ്പോണിൻ T. ഇത് നിങ്ങൾക്ക് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷനിൽ എഴുതാൻ പറ്റും. ട്രോപ്പോണിൻ I ആൻഡ് T ഇസ് എ മോർ സ്പെസിഫിക് ബയോമാർക്കേഴ്സ്. ഇത് ഇൻക്രീസ് ആയിട്ട് കാണും. നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ക്രിയാറ്റിൻ കൈനേസ്, അതായത് ഇറ്റ് റൈസസ് ആഫ്റ്റർ കാർഡിയക് മസിൽ ഡാമേജ്. അതുപോലെ മയോകാർഡിയൽ ഇൻഫ്രാക്ഷനിൽ ഇത് കോമൺ ആണ്. അതായത് ക്രിയാറ്റിൻ കൈനേസ് ഇപ്പോഴേ തന്നെ പഠിച്ചു പോവുക. ഫസ്റ്റ് ആണ് ട്രോപ്പോണിൻ I ആൻഡ് ട്രോപ്പോണിൻ K. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? ക്രിയാറ്റിൻ കൈനേസ്. പിന്നെ ഉള്ളതാണ് മയോഗ്ലോബുലിൻ, ഏർലി മാർക്കർ ഓഫ് മസിൽ ഡാമേജ്. പക്ഷേ അതങ്ങനെ ഹേർട്ടിന് സ്പെസിഫൈഡ് അല്ല. പക്ഷേ ട്രോപ്പോണിൻ I ആൻഡ് ട്രോപ്പോണിൻ T ആണ് മോസ്റ്റ് സ്പെസിഫിക് മാർക്കർ ഫോർ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. പിന്നെ ഉള്ളതാണ് ബി ടൈപ്പ് നാട്രി യൂററ്റിക് പെപ്റ്റൈഡ്, BNP. ശരിക്കും പറഞ്ഞാൽ ഹേർട്ട് ഫെയിലിയർ ഉണ്ടെങ്കിൽ BNP എന്ന് ഓർത്താൽ മതി, അല്ലെങ്കിൽ ബി ടൈപ്പ് നാട്രി യൂററ്റിക് പെപ്റ്റൈഡ് എന്ന് ഓർത്താൽ മതി. യൂസ്ഡ് ഫോർ ഡയഗ്നോസിങ് ഹേർട്ട് ഫെയിലിയർ. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ 2 മാർക്സിന് നിങ്ങൾക്ക് അങ്ങനെ ഹാഫ് മാർക്ക്
അങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മിനിമം ഒരു 4 പോയിൻറ്റ്സ് എങ്കിലും എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ട്രോപ്പോണിൻ ഐ ആൻഡ് ട്രോപ്പോണിൻ ടി, ക്രിയാറ്റിൻ കൈനേസ്, മയോഗ്ലോബുലിൻ ആൻഡ് ബി ടൈപ്പ് നട്രി യൂററ്റിക് പെപ്റ്റൈഡ് ആണ്. അപ്പോൾ അതാണ് കാർഡിയോ ബയോമാർക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് ഇൻകോണ്ടിനൻസ്. ഇൻകോണ്ടിനൻസ് മീനിങ് ഇന്നബിലിറ്റി ടു കൺട്രോൾ ദ പാസേജ് ഓഫ് യൂറിൻ. അതായത് ആക്സിഡൻ്റലി യൂറിൻ പോകുന്നൊരു കണ്ടീഷനെയാണ് നമ്മൾ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അതായത് ആക്സിഡൻ്റലി യൂറിൻ പോകുന്നൊരു കണ്ടീഷനെയാണ് നമ്മൾ ഇൻകോണ്ടിനൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പല ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, ലീക്കേജ് വിത്ത് കഫിങ്, സ്നീസിങ് ഓർ ലിഫ്റ്റിംഗ് ഡ്യൂ ടു വീക്ക് പെൽവിക് മസിൽസ്. അതായത് നമ്മൾ അറിയാതെ സ്നീസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചുമയ്ക്കുന്ന സമയത്ത് ആക്സിഡൻ്റലി എന്തുവാണ് നമ്മുടെ യൂറിൻ പോകുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ചില ക്രോണിക് പേഷ്യൻസിനൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. ഇനിയുള്ളതാണ് അർജ് ഇൻകോണ്ടിനൻസ്, സഡൻ സ്ട്രോങ് നീഡ് ടു യൂറിനേറ്റ് ഡ്യൂ ടു ഓവർ ആക്റ്റീവ് ബ്ലാഡർ. അതായത് ഇന്നബിലിറ്റി ടു എന്താണ്, നമുക്ക് ആ ഒരു യൂറിൻ പിടിച്ചു വെക്കാൻ പറ്റില്ല, അതായത് അറിയാതെ അങ്ങ് പോവുകയാണ്. അപ്പോൾ സ്ട്രെസ് ഇൻകോണ്ടിനൻസ് ഉണ്ട്, അർജ് ഇൻകോണ്ടിനൻസ് ഉണ്ട്, ഓവർഫ്ലോ, അതായത് ബ്ലാഡർ ഓവർഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരവസ്ഥയാണ്. പിന്നെ ഉള്ളതാണ് ഫങ്ഷണൽ ഇൻകോണ്ടിനൻസ്, ഇന്നബിലിറ്റി ടു റീച്ച് ദ ടോയ്ലറ്റ് ഇൻ ടൈം ഡ്യൂ ടു മൊബിലിറ്റി ഓർ കോഗ്നിറ്റീവ്, എന്തെങ്കിലും കോഗ്നിറ്റീവ് ഇഷ്യൂസ് ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മൊബിലിറ്റി മൂവ് ചെയ്യുന്ന സമയത്ത് അറിയാതെ ആക്സിഡൻ്റലി അവർ പോലും അറിയാതെ അൺഇൻറ്റൻഷനലായിട്ട് പോകുന്നൊരു കണ്ടീഷനാണ്. അപ്പോൾ സ്ട്രെസ് ഇൻകോണ്ടിനൻസ്, ഏർജ്, ഫങ്ഷണൽ ആൻഡ് ഓവർഫ്ലോ. അപ്പോൾ ഏതൊക്കെയാണ്? സ്ട്രെസ്സ്, അർജ് ആൻഡ് ഓവർഫ്ലോ ആൻഡ് ഫങ്ഷണൽ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ COPD. ദാറ്റ് ഈസ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 കോംപ്ലിക്കേഷൻസ് ഓഫ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എന്താണ് എയർവേ ഡിസീസിനെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ ഒരു കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ നല്ലപോലെ എഴുതാനായിട്ട് പറ്റുള്ളൂ. ആസ് വി ഓൾ നോ ദാറ്റ് COPD എന്ന് പറയുന്നത് എന്താണ്, ഒരു റെസ്പിറേറ്ററി ഡിസീസാണ്. സോ ഇത് എന്താണ്, നമുക്കൊന്ന് പഠിച്ചാലോ? യെസ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു കോംപ്ലിക്കേഷൻസും അറിയാം, പിന്നെ ഒരു കണ്ടീഷനും നല്ല തറവാകും. അപ്പോൾ COPD എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ലൈഫ് ത്രെട്ടനിങ് ലങ് ഡിസീസ് ദാറ്റ് കോസസ് ബ്രീത്ത്ലെസ്നെസ്. അതായത് പ്രോഗ്രസീവായിട്ടും ലൈഫ് ത്രെട്ടനിങ് ആവുന്ന ഒരു ടൈപ്പ് ഓഫ് ലങ് ഡിസീസാണ്. അതുവഴി നമുക്ക് ബ്രീത്ത്ലെസ്നെസ്, അതായത് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇത് പ്രോഗ്രസീവായിട്ട് നടക്കുന്ന ഒരു കണ്ടീഷനാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് ഡെത്ത് ഒക്കേഴ്സ് ഇൻ ലോ ആൻഡ് മിഡിൽ ഇൻകം കൺട്രീസ്. അപ്പോൾ ഇത് പൊതുവേ ഈ ഒരു ഡെത്ത് നടക്കുന്നത് ഒത്തിരി ലോയും അതുപോലെ മിഡിൽ ഇൻകം കൺട്രീസിലാണ്. ഇതിൻ്റെ മെയിൻ കോസസ് എന്ന് പറയുന്നത് ഏതാടാ? സ്മോക്കിംഗ്, നമുക്കറിയാം സ്മോക്കിംഗ് ആൻഡ് ഓൾസോ ഏജിങ്. അപ്പോൾ മെയിൻ കോസസ് ഇസ് നത്തിങ് ബട്ട് സ്മോക്കിംഗ് ആൻഡ് ഏജിങ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദിസ് ഈസ് നോട്ട് ക്യൂറബിൾ. അതായത് ഇതൊരിക്കലും ക്യൂറബിൾ ആകുന്നില്ല. ഓക്കെ, പക്ഷേ നമുക്കിവിടെ ചെയ്യാൻ പറ്റാവുന്ന ആകെ ഒരു കാര്യം എന്ന് പറയുന്നത് സിംറ്റംസ് റിലീവ് ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് ക്യൂറബിൾ ആൻഡ് വി ക്യാൻ ഡു ഓൺലി വൺ തിങ് ഈസ് ദാറ്റ് വി ക്യാൻ റിലീവ് ദ സിംറ്റംസ്. ഓക്കെ, അപ്പോൾ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ 4th ലീഡിങ് കോസ് ഓഫ് ഡെത്ത് ഇൻ ദ വേൾഡ്. ഓക്കെ, അതായത് 2019 ഒരു എപ്പിഡമോളജിക്കൽ റിപ്പോർട്ട് അനുസരിച്ച് ഇതാണ് 4th ലീഡിങ് കോസ് ഓഫ് ഡെത്ത്. ലോകത്തിൽ തന്നെ ഏറ്റവും ഡെത്തിന് കാരണമാകുന്ന ഒരു 4ാമത്തെ ഒരു കാരണം ഇതാണ്. ആൻഡ് 2020 അത് കൊറോണ ഒക്കെ ഉള്ള ടൈമിൽ ഇത് 3rd ലീഡിങ് കോസ് ഓഫ് ഡെത്ത് ആയിട്ട് മാറുകയാണ് ഈ നമ്മുടെ COPD എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്കറിയാം COPD ഈസ് നത്തിങ് ബട്ട് ഇത് എംഫൈസീമയും ക്രോണിക് ബ്രോങ്കൈറ്റീസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കാരണം ഉണ്ടാവുന്നതാണ്. സോ COPD എന്ന് പറയുന്നത് അവിടെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയാണ്. മെയിൻ കാരണം എംഫൈസീമയാണ്. എംഫൈസീമ എന്താണ്? അൽവിയോളയുടെ എൻലാർജ്മെൻറ്റിനെയാണ് നമ്മൾ എംഫൈസീമ എന്ന് പറയുന്നത്. അപ്പോൾ എംഫൈസീമ കാരണമാണ് അവിടെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുന്നത്. എംഫൈസീമ ഈസ് നത്തിങ് ബട്ട് എൻലാർജ്മെൻറ്റ് ഓഫ് അൽവിയോളെ. പിന്നെ ഉള്ളതാണ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്. ക്രോണിക് ബ്രോങ്കൈറ്റിസ് ഈസ് നത്തിങ് ബട്ട് ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ. അത് കാരണം തുടർച്ചയായിട്ട് 3 മാസം കണ്ടിന്യൂസ് ആയിട്ട് കഫ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അതുവഴി സ്പ്യൂട്ടം റിഡ്യൂസ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്പോൾ
COPD എന്ന് പറയുമ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ നമ്മളവിടെ അസോസിയേറ്റഡ് ആണ്. ഒന്നാണ് എംഫൈസീമ, അതായത് എംഫൈസീമ, അതുപോലെ തന്നെ ക്രോണിക് ബ്രോങ്കൈറ്റിസ്. ഓക്കെ, സോ എംഫൈസീമ എന്ന് പറയുമ്പോൾ അബ്നോർമൽ എൻലാർജ്മെൻറ്റ് ഓഫ് ആൽവിയോളൈ, പിന്നെ അതുവഴി എന്താണ് എയറിനവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവുകയും, പിന്നെ ക്രോണിക് ബ്രോങ്കൈറ്റിസ് എന്ന് പറയുന്നത് ഐറ്റിസ് എന്ന് പറഞ്ഞ വേർഡ് എൻഡ് ചെയ്യുന്നത് എന്താണ്, ഇൻഫ്ലമേഷൻ. അപ്പോൾ ക്രോണിക് ആയിട്ടുള്ളൊരു ഇൻഫ്ലമേഷൻ ബ്രോങ്കയിൽ സംഭവിക്കുകയും ചെയ്തു. ആൻഡ് നമുക്കറിയാം ഹൈ എമൗണ്ട് ഓഫ് സ്പ്യൂട്ടം അവിടെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. ആൻഡ് 3 മാസം തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് കഫും വിത്ത് സ്പ്യൂട്ടോ ഉണ്ടാക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ COPD ഈസ് എ ഡിസീസ് ക്യാരക്ടറൈസ്ഡ് ബൈ പ്രസൻസ് ഓഫ് പെർസിസ്റ്റൻറ്റ് എയർ ഫ്ലോ ഒബ്സ്ട്രക്ഷൻ. എന്താണ് പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എയർ ഫ്ലോ ഒബ്സ്ട്രക്ഷൻ ആണ്. ഡ്യൂ ടു എംഫൈസീമ, ഷോ സ്മോൾ എയർവേ ഇൻഫ്ലമേഷൻ ആൻഡ് ക്രോണിക് ബ്രോങ്കൈറ്റിസ്. ഇതാണ് അവിടെ മെയിനായിട്ടും. പിന്നെ ഇതിൻ്റെ കോസസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏജിങ് ആൻഡ് സ്മോക്കിംഗ് ആണ് മെയിൻ കോസസ്. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ്, പല ടൈപ്പ് ഓഫ് ഇതുണ്ട്, ലാക്ടസ് പാർട്ടിക്കിൾസിൻ്റെ അലർജിയൊക്കെ കാരണമുണ്ട്. സോ ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ, ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്? ഓക്കെ, ഉറപ്പായിട്ടും ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ഡിസ്പീനിയ, ദെൻ ക്രോണിക് കഫ് ആൻഡ് ഫ്ലെഗം. ഫ്ലെഗം എന്ന് പറയുന്ന ഒന്നുമില്ല. എന്താണ് ഫ്ലെഗം? അതായത് ഫസ്റ്റ് നമ്മൾ പഠിച്ചു സൈൻസ് ആൻഡ് സിംറ്റംസ് ഏതാണ്? ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ക്രോണിക് കഫ്, ഡിസ്പീനിയ ആൻഡ് ഫ്ലെഗം. ഫ്ലീഗം എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് ഇസ് എ തിക്ക് വിസ്കസ് സബ്സ്റ്റൻസ് സെക്രീറ്റഡ് ബൈ മ്യൂക്കസ് മെമ്പറൈൻ. എന്താണ് തിക്ക് വിസ്കസ് സബ്സ്റ്റൻസ് സെക്രീറ്റഡ് ബൈ മ്യൂക്കസ് മെമ്പറൈൻ? അതുപോലെ തന്നെ ബാരൽ ഷേപ്ഡ് ചെസ്റ്റ്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ. ബാരൽ ഷേപ്ഡ് ചെസ്റ്റ് ഉണ്ടാവും. ഓക്കെ, കാരണം എന്താണ്, അവിടെ എംഫൈസീമ നടക്കുന്നുണ്ട്. കാരണം എൻലാർജ്മെൻറ്റ് ഓഫ് അൽവിയോളെ, ബാരൽ ചെസ്റ്റ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ സ്പ്യൂട്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വീസിങ് ആൻഡ് ചെസ്റ്റ് ടൈറ്റ്നസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു COPD എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഇതോടെ നല്ലപോലെ പഠിക്കുകയാണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് COPD ആൻഡ് അതിൻ്റെ ഡെഫിനിഷൻ ആൻഡ് കോസ്. ദെൻ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഇസ് നത്തിങ് ബട്ട് ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ക്രോണിക് കഫ്, ഡിസ്പീനിയ, ഫ്ലെഗം, വീസിങ് ഉണ്ടാവും, ചെസ്റ്റ് ടൈറ്റ്നസ് ഫീൽ ചെയ്യും, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ബാരൽ ഷേപ്ഡ് ചെസ്റ്റ് ആൻഡ് സ്പ്യൂട്ടം. ആൻഡ് ഇനിയുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പിറേഷന് വേണ്ടി ആക്സസറി മസിൽ യൂസ് ചെയ്യുക. ആൻഡ് അടുത്തതാണ് അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ്, അതായത് സ്മോക്കിംഗ് ഹാബിറ്റ് ഉള്ള ഒരാളുകൾക്ക്, അതുപോലെ തന്നെ ലോ ബർത്ത് വെയ്റ്റ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ ഒക്കുപേഷണൽ ഹസാർഡ്സ് ഉള്ള ഒരാളുകൾ, അതുപോലെ തന്നെ ഹൈപ്പർ റിയാക്ടിവിറ്റി ഉള്ള ആളുകൾക്കൊക്കെയാണ് ഇതിൻ്റെ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി അതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്കാണ് നമ്മളിവിടെ വരുന്നത്. റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാകുന്നുണ്ട്. ആൻഡ് കോർ പൾമോണലെ, നമുക്കറിയാം കോർ പൾമോണലെ എന്ന് പറയുന്നത് റൈറ്റ് സൈഡഡ് ഹേർട്ട് ഫെയിലിയർ ഡ്യൂ ടു പൾമണറി ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ന്യൂമോതൊറാക്സ്, ലങ് കൊളാപ്സ് ഡ്യൂ ടു എയർ ലീക്കേജ്, പിന്നെ ഫ്രീക്വൻറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. ഓക്കെ, ഫ്രീക്വൻറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്ന് പറയുന്നത് സ്പൈറോമെട്രി ആണ്. ആൻഡ് CT നമുക്ക് ചെയ്യാം. അങ്ങനെ പല പല മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് ഇസ് നത്തിങ് ബട്ട് നമുക്ക് ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് കൊടുക്കാം. അതിൻ്റെ എക്സാമ്പിളാണ് ഫോർമോറ്റെറോൾ. നമുക്ക് ബ്രോങ്കോ ഡൈലേറ്റേഴ്സ് കൊടുക്കാം, ഫോർമോറ്റെറോൾ, ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്, പിന്നെ മ്യൂക്കോലൈറ്റിക് ഏജൻറ്റ്, അതായത് മ്യൂക്കസ്, പിന്നെ O2 തെറാപ്പി, പിന്നെ സർജിക്കലാണ് നമ്മുടെ ബുള്ളക്ടമി, ലങ് ട്രാൻസ്പ്ലാന്റേഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. സോ നമുക്ക് ആ ഒരു ഡിസീസിനെ പറ്റി ഒരു ഓവർവ്യൂ കിട്ടി. ഉറപ്പായിട്ടും കോർ പൾമോണലെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻ, റെസ്പിറേറ്ററി ഫെയിലിയർ, ന്യൂമോതൊറാക്സ് ആൻഡ് ഫ്രീക്വൻറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. അപ്പോൾ ഇനി അടുത്തതാണ് പെരിറ്റോണൈറ്റിസ്. എന്താണ് പെരിറ്റോണൈറ്റിസ് എന്ന് പറയുന്നത്? ഇൻഫ്ലമേഷൻ ഓഫ് പെരിറ്റോണിയം, അതാണ് നമ്മുടെ പെരിറ്റോണൈറ്റിസ്. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. സോ എന്താണത്? അതിനു മുമ്പ് എന്താണ് പെരിറ്റോണിയം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്താണ് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഒരു കവറിങ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് നമ്മുടെ പെരിറ്റോണിയം എന്ന് പറയുന്നത്. സോ ഇതിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്നൊരു കണ്ടീഷനെയാണ് നമ്മൾ ക്രോണിക് പെരിറ്റോണൈറ്റിസ് എന്ന് പറയുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം, എന്താണ് പെരിറ്റോണൈറ്റിസ്. കാരണം
ഇത് ജസ്റ്റ് ഒരു കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞാലാണ് നമുക്കതിൻ്റെ കോംപ്ലിക്കേഷൻസ്, അതായത് നമുക്കതിൻ്റെ കോംപ്ലിക്കേഷൻസ് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പെരിറ്റോണൈറ്റിസ് ജസ്റ്റ് കേട്ടു ജസ്റ്റ് കാണാണ്ട് പഠിക്കുന്നേക്കാളും നല്ലതല്ലേ. അപ്പോൾ പെരിറ്റോണൈറ്റിസ് എന്ന് പറയുന്നത്, പെരിറ്റോണിയം ഈസ് എൻ ഇന്നർ അബ്ഡോമിനൽ മെംബ്രെയിൻ ആണ്. ഓക്കെ, ഇത് അബ്ഡോമിനൽ ഓർഗൻസിനെ കവർ ചെയ്യുന്ന ഒരു മെംബ്രെയിനാണ് നമ്മുടെ പെരിറ്റോണിയം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞൊരു സിൽക്ക് പോലെ ഒരു അപ്പിയറൻസ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ പെരിറ്റോണൈറ്റിസ് ഇസ് നത്തിങ് ബട്ട് ഇൻഫ്ലമേഷൻ ഓഫ് പെരിറ്റോണിയം, അതായത് നമ്മുടെ എല്ലാ അബ്ഡോമിനൽ ഓർഗൻസിനെയും കവർ ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ആണ്. ആൻഡ് ഇതിൽ ഇൻഫ്ലമേഷൻ സംഭവിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ കാരണമാണ് ഇത് ഉണ്ടാവുന്നത്. ആൻഡ് നമുക്കറിയാം ഇതുവഴി അവിടെ റപ്ചറും പെർഫോറേഷനും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. സോ അതൊക്കെയാണ് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഈറ്റിയോളജി ഈസ് നത്തിങ് ബട്ട്, എന്താണ് ഇതിൻ്റെ കോസ് എന്ന് പറയുന്നത് ഈസ് ട്രോമ എന്തെങ്കിലും ട്രോമ കാരണമായിരിക്കും. അതുപോലെ തന്നെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ സർജറീസ്, അതുപോലെ തന്നെ അപ്പൻഡിക്സ് ഇൻഫ്ലെയിം ചെയ്യുന്നൊരു കണ്ടീഷൻ വരുമ്പോൾ, അതുപോലെ പാൻക്രിയാസ് ഇൻഫ്ലെയിം ചെയ്യുന്നൊരു കണ്ടീഷൻ വരുമ്പോൾ, അതൊക്കെയാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആണ് സെപ്സിസ് ആൻഡ് സെപ്റ്റിക് ഷോക്ക്. അതായത് ബാക്ടീരിയ അബണ്ടൻ്റ് ആയിട്ട്, ബാക്ടീരിയ ഫംഗസുമാണ് ഇത് മെയിനായിട്ടും കോസ് ചെയ്യുന്നത്. അബണ്ടൻ്റായിട്ട് നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ സെപ്റ്റിക് ഷോക്ക് ഉണ്ടാവും. പിന്നെ അബ്ഡോമിനൽ അബ്സസ്, അതായത് പസ് ഫോം ചെയ്യും. ഓക്കെ, പിന്നെ പാരാലൈറ്റിക് ഈലിയസ്, ഇൻറ്റസ്റ്റിനൽ മോട്ടിലിറ്റി സ്റ്റോപ്പ് ലീഡിങ് ടു ബൗവൽ ഒബ്സ്ട്രക്ഷൻ, അതായത് അവിടെ പാരാലൈറ്റിക് ഇലിയസ് ഉണ്ടാവും. അതായത് ഇൻറ്റസ്റ്റൈൻ മോട്ടൈൽ ആവാതെ, അതായത് അവിടെ മൂവ് ചെയ്യാത്തൊരു കണ്ടീഷൻ ഉണ്ടാവും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി എന്താണ് അവിടെ ബൗവൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവും, അതായത് ബൗവലൊന്നും പോവാത്തൊരു കണ്ടീഷൻ അവിടെ ഉണ്ടാവും. അപ്പോൾ അതാണ് അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയുള്ളതാണ് ഓർഗൻ ഫെയിലിയർ. അത് നമ്മുടെ കിഡ്നി, ലിവർ, ലങ്സ് ഒക്കെ എന്താണ് അവിടെ ഫെയിൽ ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഇനി അടുത്തതാണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് അനീമിയ. ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് അനീമിയ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു അനീമിയനെ പറ്റി. സോ എന്താണ് അനീമിയ എന്ന് പറയുന്നത്? സോ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്നൊരു കാര്യമാണ് അനീമിയ എന്താണ്. യെസ്, പല ടൈപ്പ് ഓഫ് അനീമിയ ഉണ്ട്. നമുക്ക് പൊതുവേ അനീമിയനെ പറ്റി പറയുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാവുന്നത്? അതായത് ആർ ബി സി അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന ഒരു കണ്ടീഷനാണ് അനീമിയ എന്നാണ് നമ്മൾ പൊതുവേ പഠിച്ചിട്ടുള്ളത്. ശരിയാണ്, ഹീമോഗ്ലോബിൻ കുറയുന്നൊരു കണ്ടീഷനാണ് അനീമിയ എന്ന് പറയുന്നത്. സോ അനീമിയ ഈസ് നത്തിങ് ബട്ട് ഡിക്രീസ് റെഡ് ബ്ലഡ് സെൽ കൗണ്ട്. അതായത് നോർമലായിട്ട് നമുക്ക് ഒരു റെഡ് ബ്ലഡ് സെൽ കൗണ്ട് ഉണ്ട്, അതിൽ താഴെയാവുന്നൊരു കണ്ടീഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചാണ് ഇത് പല രീതിയിലും അത് തിരിച്ചിരിക്കുന്നത്. സോ ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കോസ്. ഫസ്റ്റ് വൺ ആണ് ന്യൂട്രീഷണൽ അനീമിയ. ന്യൂട്രീഷണൽ അനീമിയ ഇസ് നത്തിങ് ബട്ട് അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി. അതായത് അയൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹീമോഗ്ലോബിൻ, RBC അങ്ങനത്തെ ഒക്കെ കാര്യത്തിന്. സോ അവിടെ അയൺ കഴിക്കാതിരിക്കുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ, അയൺ നമ്മുടെ ബോഡിയിൽ ഇല്ലാത്തൊരു പക്ഷം അവിടെ എന്താണ് ന്യൂട്രീഷണൽ അനീമിയ. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി വഴി നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ന്യൂട്രീഷണൽ അനീമിയ. പിന്നെ ഹീമോലൈറ്റിക് അനീമിയ, അതായത് അത് മെയിനായിട്ടും RBC ഡിസ്ട്രക്റ്റ് ആവുന്നൊരു കണ്ടീഷനാണ്. അതിൻ്റെ എക്സാമ്പിളാണ് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് ന്യൂട്രീഷണൽ അനീമിയ, ഹീമോലിറ്റിക് അനീമിയ, പിന്നെ ഉള്ളതാണ് അപ്ലാസ്റ്റിക് അനീമിയ, അതായത് ബോൺ മാരോ ഫീലിയ. അതായത് ബോൺ മാരോ ആണ് എറിത്രോപോയിസിസ് നമുക്കറിയാം, അല്ലെങ്കിൽ എല്ലാ ബ്ലഡ് സെൽസും ഉണ്ടാക്കുന്ന ഒരു മെയിൻ ടാർഗറ്റ് സൈറ്റ് എന്ന് പറയുന്നത് ബോൺ മാരോ ആണ്. അപ്പോൾ ബോൺ മാരോ ഫെയിലിയർ ആവുന്ന സമയത്ത് അത് അപ്ലാസ്റ്റിക് അനീമിയ ആവും. അപ്പോൾ ന്യൂട്രീഷണൽ അനീമിയ, ഹീമോലൈറ്റിക് അനീമിയ ആൻഡ് അപ്ലാസ്റ്റിക് അനീമിയ. ആൻഡ് നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ RBC മോർഫോളജി. മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ, അതായത് അയൺ ഡെഫിഷ്യൻസി കാരണം. പിന്നെ നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ, അക്യൂട്ട് ബ്ലഡ് ലോസ്, ക്രോണിക് ഡിസീസ്. പിന്നെ മാക്രോസൈറ്റിക് വൈറ്റമിൻ B ഓർ ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി. അപ്പോൾ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക് അനീമിയ ഉണ്ട്, അതുപോലെ തന്നെ നോർമോസൈറ്റിക് നോർമോക്രോമിക്. അപ്പോൾ മൈക്രോസൈറ്റിക് ഹൈപ്പോക്രോമിക്, മൈക്രോസൈറ്റിക് അനീമിയ, നോർമോസൈറ്റിക് നോർമോക്രോമിക് അനീമിയ, ഇങ്ങനെ ഇത്രയും അനീമിയസ് ഉണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നമുക്കറിയാം അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് നമുക്ക് എഴുതാവുന്നുള്ളൂ. ഫറ്റീഗ് ഉണ്ടാവും, ഡിസ്പീനിയ ഉണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും,
അതുപോലെ തന്നെ സ്പൂൺ നെയിൽസ് ഉണ്ടാവും. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫിസിക്കൽ എക്സാമിനേഷനിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ടാക്കി കാർഡി ഉണ്ടാവും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹെഡ് ഏക്ക്, ഡിസിനസ് ആൻഡ് അമിനോറിയ, പിന്നെ ഹെയർ ലോസ്, പിന്നെ പെയിലായിട്ടൊക്കെ ഉണ്ടാവും. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് സിംറ്റംസ് ഓഫ് അനീമിയ. ഓക്കെ, ഇനിയുള്ളതാണ് നമ്മുടെ ടൈപ്സ് ഓഫ് റീനൽ കാൽക്കുലി അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ. ദിസ് ഈസ് വൺ ഓഫ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് വൈവ ക്വസ്റ്റ്യൻ ടു. വൈവയിൽ ഒത്തിരി ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ദ 2 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ റീനൽ കാൽക്കുലി കിഡ്നി സ്റ്റോൺ ആണ്. കാൽഷ്യം സ്റ്റോൺസ് ഉണ്ട് മോസ്റ്റ് കോമൺ. അതായത് കാൽഷ്യം ഓക്സലേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്, അതായത് യൂറിനിലുള്ള മിനറൽസ് ആണ് അത് പിന്നീട് അത് സ്റ്റോൺ ആയിട്ട് മാറുന്നത്. അപ്പോൾ കാൽഷ്യം സ്റ്റോൺസ് ഉണ്ട്, കാൽഷ്യം ഓക്സലേറ്റ്, കാൽഷ്യം ഫോസ്ഫേറ്റ്. പിന്നെ സ്ട്രുവൈറ്റ് സ്റ്റോൺ അസോസിയേറ്റഡ് വിത്ത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, അതായത് സ്ട്രുവൈറ്റ് എന്തെങ്കിലും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പോൾ ഇപ്പോഴേ തന്നെ പഠിച്ചു പൊക്കോളൂ ഏതൊക്കെയാണ് കാൽഷ്യം ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ കാൽഷ്യം ഓക്സലേറ്റ് ആയിട്ടുള്ള ഇതുണ്ട്. പിന്നെ സ്ട്രുവൈറ്റ് നമ്മുടെ UTI. പിന്നെ യൂറിക് ആസിഡ് സ്റ്റോൺസ്, നമ്മുടെ യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ട്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഓൾ അബൌട്ട് സിസ്റ്റൈൻ സ്റ്റോൺസ്. അത് യൂറിക് ആസിഡ് ഉണ്ട്, സിസ്റ്റൈൻ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ ഇതാണ്. ഇനി അടുത്തതാണ് ടൈപ്സ് ഓഫ് ആംബുട്ടേഷൻ എന്ന് പറയുന്നത്. സോ ടൈപ്സ് ഓഫ് ആംബുട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ആംബുട്ടേഷൻ എന്ന് പറയുന്നത്? റിമൂവൽ ഓഫ് അതായത് പാർട്ട് ഓഫ് എ ലിംബ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നെർവ് ഡാമേജ് ഉണ്ടാവുന്ന ഒരു കണ്ടീഷൻ, അതുപോലെ ഇൻഫെക്ഷനൊക്കെ സ്പ്രെഡ് ചെയ്ത് ഫർദർ ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാതെയാണ് നമ്മൾ ആംബ്യൂട്ടേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ബിലോ നീ ആംബ്യൂട്ടേഷൻ, എബോ നീ ആംബ്യൂട്ടേഷൻ, ട്രാൻസ് മെറ്റാറ്റാർസൽ ആംബ്യൂട്ടേഷൻ, ഡിസ്ആർട്ടിക്കുലേഷൻ. ഓക്കെ, അപ്പോൾ ബിലോ നീ ആംബ്യൂട്ടേഷൻ എന്താ? അത് ഡയബറ്റിക് പേഷ്യൻ്റാണ് കോമൺ. പിന്നെ എബോ നീ ആംബ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സീവിയർ ആയിട്ടുള്ള ലിംബ് ഇസ്കീമിയ അല്ലെങ്കിൽ ട്രോമ. പിന്നെ ട്രാൻസ് മെറ്റാറ്റാർസൽ, റിമൂവൽ ഓഫ് ടോസ് ഓർ പാർട്ട് ഓഫ് ഫുട്ട്. പിന്നെ ഡിസ്ആർട്ടിക്കുലേഷൻ, അതായത് ആംബ്യൂട്ടേഷൻ അറ്റ് എ ജോയിൻറ്റ്, അതായത് ഹിപ്പ്, ഷോൾഡർ ഡിസ്ആർട്ടിക്കുലേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എബോനി, ബിനോനി, ട്രാൻസ് മെറ്റാറ്റാർസൽ ആൻഡ് ഡിസ്ആർട്ടിക്കുലേഷൻ. പിന്നെ ഉള്ളതാണ് ടൈപ്സ് ഓഫ് ഹെർണിയ. ഹെർണിയ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ടൈപ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എപ്പോഴും ചോദിച്ചു കണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനു മുമ്പ് ഹെർണിയ എന്ന് പറയുന്നത് എന്താണ് എന്നറിഞ്ഞിരിക്കണം. ബിക്കോസ് ഇസ് എ വൺ ഓഫ് ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഈ ഹെർണിയ എന്ന് പറയുന്നത്. സോ എന്താണ് ഹെർണിയ? വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ അബ്നോർമൽ പ്രൊട്രൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓർ ഹെർണിയ എന്ന് പറയുമ്പോൾ is a protrudes and displays the body organ through the wall of cavity. ഓക്കെ, അതാണ് മെയിനായിട്ടും ഈ ഒരു ഹെർണിയ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞത് പ്രഗ്നൻസിയിലാണ് കൂടുതലായിട്ടും ഈ ഹെർണിയ ഉള്ളത്. ആൻഡ് മെയിൻലി ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി സമയത്ത്, അതുപോലെ തന്നെ ഒബീസ് പേഷ്യൻറ്റ്, കോൺസ്റ്റിപ്പേഷൻ ഉള്ള സമയത്ത്, കൺജനൈറ്റൽ അതായത് പ്രോബ്ലം ഉള്ളവർക്ക്, ഹെവി ആയിട്ട് ചുമടെടുക്കുന്നവർക്ക്, മസിൽ വീക്ക്നെസ് ഉള്ളവർക്ക്, സ്മോക്കിംഗ്, അതുപോലെ തന്നെ ഡാമേജ് ഫ്രം ഇഞ്ചുറി ഓർ സർജറി ആൻഡ് ക്രോണിക് കഫ് ഉള്ളവർക്ക് ഒക്കെ ഈ ഒരു ഹെർണിയ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതായത് ഏതെങ്കിലും ഒരു ഓർഗൻ പാർട്ടിൽ അബ്നോർമലായിട്ട് പ്രൊട്രൂഡ് ആവുന്നു. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് ഹെർണിയ ആണ് ഇൻഗ്വൈനൽ ഹെർണിയ. ഇത് ഗ്രോയിനിൽ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെർണിയാണ് ഇൻഗ്വൈനൽ ഹെർണിയ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് ഫെമോറൽ ഹെർണിയ എന്ന് പറയുന്നത്. അത് ഏറ്റവും കൂടുതൽ വുമണിനാണ് വരുന്നത്. ഓക്കെ, സോ ഫെമോറൽ ഹെർണിയ. പിന്നെ അംബിലിക്കൽ ഹെർണിയ. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇത് നന്നായിട്ട് വരയ്ക്കാനൊന്നും അറിയില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, വരയ്ക്കാതിരിക്കുകയായിരിക്കും നല്ലത്, എന്നാലും ഞാൻ നോക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഐഡിയ ഉണ്ടാവും. ഓക്കെ, സോ ഇൻഗ്വൈനൽ ഹെർണിയ എന്ന് പറയുമ്പോൾ ഇവിടെയായിട്ടാണ് ഇൻഗ്വൈനൽ ഹെർണിയ വരുന്നത്. ഫെമോറൽ ഹെർണിയ എന്ന് പറയുമ്പോൾ ഇവിടെയായിട്ടായിരിക്കും ഫെമോറൽ ഹെർണിയ വരുന്നത്. പിന്നെ ഉള്ളതാണ് അംബിലിക്കൽ ഹെർണിയ. ആസ് വി ഓൾ നോ ദാറ്റ് അംബിലിക്കൽ പാർട്ടിലാണ് വരുന്നത്. ആൻഡ് ഹിയാറ്റൽ ഹെർണിയ ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്റ്റൊമക്ക് പ്രൊട്രൂഡ്സ് ത്രൂ ദ ഡയഫ്രം, അതായത് സ്റ്റൊമക്ക് ഡയഫ്രത്തിലൂടെ പ്രൊട്രൂഡ് ആവുന്നുണ്ട്. പിന്നെ ഉള്ളതാണ്
ഇൻസിഷണൽ ഹേർണിയ, അതായത് ഇതിന് നമുക്ക് വേറൊരു പേരും കൂടെ കൊടുക്കാം, വെൻട്രൽ ഹേർണിയ. ഏതെങ്കിലും പ്രീവിയസ് ആയിട്ടുള്ള സർജറി നടന്നിട്ടുള്ള സൈറ്റിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇൻസിഷണൽ ഹേർണിയ ഉണ്ടാവുന്നത്. പിന്നെ അതുപോലെ തന്നെ എപ്പിഗ്യാസ്ട്രിക് ഹേർണിയയും വരുന്നുണ്ട്. അംബിലിക്കലിൻ്റെ മേലുള്ളൊരു പോർഷൻ എപ്പിഗ്യാസ്ട്രിക് ഹേർണിയ വരുന്നുണ്ട്. ഓക്കെ, ഇനിയുള്ളതാണ് ലുക്കീമിയ. ലുക്കീമിയ എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വൺ അക്യൂട്ട് ലിംബോബ്ലാസ്റ്റിക് ലുക്കീമിയ, അത് ചിൽഡ്രൻ ആണ് കോമൺ. അക്യൂട്ട് മൈലോഡ് ലുക്കീമിയ, ക്രോണിക് ലിംബോസൈറ്റിക് ലുക്കീമിയ, ക്രോണിക് മൈലോഡ് ലുക്കീമിയ. ഓക്കെ, ഇനിയുള്ളതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അനസ്തീഷ്യ. ഇസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ജനറൽ അനസ്തീഷ്യ ഉണ്ട്. ആൻഡ് ഇത് പൊതുവേ എന്താണ് കോൺഷ്യസ്നെസ് ലോസ് ആക്കാൻ വേണ്ടി ഇത് നമുക്കൊന്നെങ്കിൽ IV അല്ലെങ്കിൽ ഇൻഹെയിൽഡ് ആയിട്ട് കൊടുക്കാം. പിന്നെ റീജിയണൽ അനസ്തീഷ്യ എന്ന് പറയുന്നത് നമുക്ക് സ്പൈനൽ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ. അപ്പോൾ സ്പൈനൽ കോഡിൻ്റെ L3 to L4 ആ ഒരു റീജിയനിലാണ് മെയിനായിട്ടും കൊടുക്കുന്നത്. പിന്നെ സ്പെസിഫിക് ഏരിയയിൽ നമുക്ക് ആ ഒരു സെൻസേഷൻ ഉണ്ടാക്കാതിരിക്കാൻ. പിന്നെ ലോക്കൽ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും നംസ് സ്മോൾ ഏരിയ, ഈ ലിഡോക്കൈൻ ഇഞ്ചക്ഷൻ. ഓക്കെ, ലിഡോക്കൈൻ ജെല്ലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ കോൺഷ്യസ് സെഡേഷൻ എന്ന് പറയുന്നത് പേഷ്യൻ്റ് റിമെയിൻസ് അവേക്ക് ബട്ട് റിലാക്സ്ഡ്, അതായത് എൻഡോസ്കോപ്പിയിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? റീജിയണൽ ഉണ്ട്, ജനറൽ ഉണ്ട്, കോൺഷ്യസ് ഉണ്ട്, അതുപോലെ തന്നെ ലോക്കൽ അനസ്തീഷ്യ ഉണ്ട്. ഓക്കെ, ഇനിയുള്ളതാണ് കൺജനൈറ്റൽ മാൽഫോർമേഷൻസ് ഓഫ് കിഡ്നി. അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് ചോദിക്കുന്നുണ്ട്, ഇത് അഡൽട്ട് ഹെൽത്ത് നേഴ്സ് 2 എന്ന്. പക്ഷേ ദേ ക്യാൻ ഓൾസോ ആസ്ക് ഫ്രം എനിവെയർ. ഓക്കെ, ഐ മീൻ ചില 2 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുക. കൺജനൈറ്റൽ മാൽഫോർമേഷൻ ഓഫ് കിഡ്നി എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് കിഡ്നി, അതായത് ഫ്ലൂയിഡ് ഫിൽഡ് സിസ്റ്റ് ഇൻ ദ കിഡ്നി, അതായത് പോളിസിസ്റ്റിക് കിഡ്നി, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊന്നുമല്ല, ചുമ്മാ പറഞ്ഞതാണ്. ഇപ്പോൾ പോളിസിസ്റ്റിക് കിഡ്നി എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഫിൽഡ് സിസ്റ്റ് ഇൻ കിഡ്നി. പിന്നെ ഹോഷോ കിഡ്നി എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ ഒരു കണ്ടീഷനാണ്, 2 കിഡ്നി ഫ്യൂസ് ചെയ്ത് ഇരിക്കുന്ന ഒരു അവസ്ഥ. പിന്നെ റീനൽ അജനസിസ്, അതായത് 1 or both കിഡ്നി ഫെയിൽ ടു ഡെവലപ്പ്. പിന്നെ ഡുപ്ലെക്സ് കിഡ്നി, എ കിഡ്നി വിത്ത് 2 യൂട്രസ്. അപ്പോൾ പോളിസിസ്റ്റിക് കിഡ്നി ഉണ്ട്, ഹോഷോ കിഡ്നി ഉണ്ട്, ഡുപ്ലെക്സ് ഉണ്ട്, റീനൽ അജനസിസ് ഉണ്ട്. ഇനിയുള്ളതാണ് ടൈപ്സ് ഓഫ് ജോണ്ടിസ്. ജോണ്ടിസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലിവർ സിറോസിസ്, പല ടൈപ്പ് ഓഫ് ലിവർ കണ്ടീഷൻ, ബിലിറൂബിൻ കൂടുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് ഈ ഒരു ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ഉണ്ടാവുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് ജോണ്ടിസ് ഏതാണ്? പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് കോസസ് ബൈ എക്സസീവ് ഹീമോലൈസിസ്, അതായത് ഹീമോലൈറ്റിക് അനീമിയ വഴി ഉണ്ടാവുന്നതാണ്. പിന്നെ ഹെപ്പാറ്റിക് ജോണ്ടിസ് ഡ്യൂ ടു ലിവർ ഡിസീസ്. പിന്നെ പോസ്റ്റ് ഹെപ്പാറ്റിക് ഒബ്സ്ട്രക്റ്റീവ് കോസ് ബൈ ബൈൽ ഡക്ട് ഒബ്സ്ട്രക്ഷൻ. പിന്നെ ഉള്ളതാണ് ഡിഫൈൻ ത്രോംബോ അഞ്ചൈറ്റിസ് ഒബ്ലിറ്ററൻസ് അല്ലെങ്കിൽ ബ്യൂർഗേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത്. ഈ ബ്യൂർഗേഴ്സ് ഡിസീസ് എന്ന് പറയുമ്പോൾ ബ്യൂർഗേഴ്സ് ടെസ്റ്റൊക്കെ നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ ചെയ്യുന്നത് ഉണ്ട്. അപ്പോൾ ബ്യൂർഗേഴ്സ് ഡിസീസ് എന്ന് പറയുന്നത് ത്രോംബോ അഞ്ചൈനൈറ്റിസ് ഒബ്ലിറ്ററൻസ് ഇസ് എ നോൺ ആന്ത്രോസ്ക്ലെറോട്ടിക്. അതായത് ആന്ത്രോസ്ക്ലെറോട്ടിക് എന്ന് പറയുമ്പോൾ എന്താണ്? ആന്ത്രോസ്ക്ലെറോസിസ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഇതൊരു ബ്ലഡ് വെസൽ ആണെങ്കിൽ അവിടെ ഫുള്ള് ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നൊരു കണ്ടീഷൻ, അതുവഴി അവിടെ എന്താണ് ബ്ലഡ് ഫ്ലോ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നൊരു കണ്ടീഷനാണ് ആന്ത്രോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നോൺ ആന്ത്രോസ്ക്ലെറോട്ടിക് ആണ്. ഇൻഫ്ലമേറ്ററി ഡിസീസ് ഓഫ് സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ആർട്ടറി ആൻഡ് വെയിൻസ്, അതായത് നോൺ ആന്ത്രോസ്ക്ലെറോസിസ്, അതായത് നമ്മുടെ സ്മോൾ ആർട്ടറിയിലും വെയിനിലും വരുന്ന ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. ആൻഡ് പ്രൈമർലി ഇത് ലിംസിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. ലിംസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയും കാലുകളിലും. ഇറ്റ് ലീഡ്സ് ടു ബ്ലഡ് വെസൽ ഒക്ലൂഷൻ, ഇസ്കീമിയ, ടിഷ്യൂ ഡാമേജ്, കോമൺലി സീൻ ഇൻ ഹെവി സ്മോക്കേഴ്സ്, അതായത് ഹെവി സ്മോക്കേഴ്സിനാണ് ഈ ബ്യൂർഗേഴ്സ് ഡിസീസ് കാണുന്നത്. ഇനി ഫാൻറ്റം പെയിൻ. ഫാൻറ്റം പെയിൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിൻ്റെ, ഒരു മനുഷ്യൻ്റെ കാലിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ കട്ട് ചെയ്തു എന്ന് വയ്ക്കുക. അപ്പോൾ കട്ട് ചെയ്ത ആ ഒരു പോർഷൻ പിന്നെ ആ ഒരു ആൾക്ക് പിന്നെ ഇല്ല, പക്ഷേ ആ ഇല്ലാത്തൊരു പോർഷനിൽ നിന്ന് ആൾക്ക് വേദന ഉണ്ടാവുന്നു. അതാണ് ഫാൻറ്റം പെയിൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ആ ഒരു, ഇപ്പോൾ ഇത്രയും നാളും ഒരാൾക്ക് ആ ഒരു ഓർഗൻ, ഐ മീൻ ആ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സ്പൈനൽ കോഡ്, നെർവ് അവിടെ ഒരു മെസ്സേജ് ചെയ്യുന്നൊരു ടൈമിൽ അവിടെ ഉണ്ടാവുന്ന ഒരു ഡിസ്റ്റർബൻസ് കാരണമാണ് ഒരു ഫാൻറ്റം പെയിൻ ഉണ്ടാവുന്നത്. ഇനിയുള്ളതാണ് ERCP എക്സ്പാൻഡ് ചെയ്യാൻ. ഇത് നമ്മൾ അതായത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. എൻഡോസ്കോപ്പിക് റെട്രോഗ്രേഡ് കൊളഞ്ചിയോപാൻക്രിയോഗ്രഫി is a diagnostic and therapeutic procedure used to examine and treat condition of bile duct, pancreas and gallbladder. അതായത് ബൈൽ ഡക്ട് അല്ലെങ്കിൽ ഏതാണ്? എൻഡോസ്കോപ്പിക് റെട്രോഗ്രേഡ് കൊളഞ്ചിയോ പാൻക്രിയോഗ്രാഫി. ഓക്കെ,
ഇനിയുള്ളതാണ് 2 ഇമ്മീഡിയറ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻ, അതായത് സർജറി കഴിഞ്ഞിട്ട് എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവാം. ഇത് മാത്രമല്ല, ഹെമോറേജ്, എക്സസീവ് ബ്ലീഡിങ് കാണാം, ഇൻഫെക്ഷൻ കാണാം, റെസ്പിറേറ്ററി ഡിസ്ട്രസ്, അതായത് അനസ്തേഷ്യ കാരണം. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇത്രയും കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ എമർജൻസി ഡ്രഗ് യൂസ്ഡ് ഇൻ ICU കണ്ടായിരുന്നു. ഇത് നമ്മൾ എമർജൻസി ഡ്രഗ് യൂസ്ഡ് ഇൻ OT ആണ് നമ്മൾ ഇപ്പോൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് വൺ ആണ് അഡ്രിനാലിൻ, മറ്റത് നോർ അഡ്രിനാലിൻ ആയിരുന്നു. ഫോർ അനഫിലാക്സിസ് ആൻഡ് കാർഡിയക് അറസ്റ്റ്, നമുക്കറിയാം നമ്മൾ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, മൈക്രോബയോളജിയിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഫസ്റ്റ് IgA മീഡിയേറ്റഡ് റിയാക്ഷനിൽ അറ്റോപ്പിയും അനഫിലാക്സിസും പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ അറ്റോപ്പി ലോക്കലായിട്ട് നടക്കുന്നു, ഈ അനഫിലാക്സിസ് ആണ് സിസ്റ്റമിക്കലി ഫുള്ളി നടന്ന് ഷോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ, അതായത് ഫോർ എക്സാമ്പിൾ ഒരു കടയിൽ പോയി ഒരാൾ ഫുഡ് കഴിച്ചു അപ്പം തന്നെ ആൾക്ക് എന്തോ ഭയങ്കരമായിട്ട് BP കൂടുന്നൊരവസ്ഥ ഒക്കെ വരും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എപ്പിപെൻ, അതായത് അഡ്രിനാലിൻ്റെ ഒരു പെൻ ആളുടെ ആ ഒരു തൈസിൽ ഇഞ്ചെക്ട് ചെയ്ത ആൾ നോർമലാവുന്ന കണ്ടീഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതാണ് അനഫിലാക്സിസ് കാർഡിയക് അറസ്റ്റിനൊക്കെ നല്ലതാണ്. പിന്നെ അട്രോപ്പിൻ ബ്രാഡികാർഡിയ, അതായത് പൾസ് കുറയുന്നൊരു കണ്ടീഷൻ. പിന്നെ ലിഡോകൈൻ എന്ന് പറയുന്നത് ലോക്കൽ അനസ്തെറ്റിക് ആൻഡ് ആൻറ്റി അരിത്തമിക്. പിന്നെ ഉള്ളതാണ് ഡൊപ്പാമൈൻ ഫോർ ഷോക്ക് ആൻഡ് ലോ ബ്ലഡ് പ്രഷർ, ലോ BP. പിന്നെ ഫെൻറ്റനൈൽ ഇസ് എ സ്ട്രോങ് അനൽജസിക്. ഓക്കെ, ഫെൻറ്റനൈൽ. അപ്പോൾ ഏതൊക്കെയാണ്? അഡ്രിനാലിൻ ഉണ്ട്, ഡോപ്പാമൈൻ ഉണ്ട്, അട്രോപ്പിൻ ഉണ്ട്, ലിഡോകൈൻ ഉണ്ട്, ഫെൻറ്റനൈൽ. ഇനിയുള്ളതാണ് ബ്രോങ്കി എക്ടാസിസ്. എന്താണ് ബ്രോങ്കി എക്ടാസിസ് എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ ഈ ബ്രോങ്കി എക്ടാസിസ് MCQന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റെനി ലെനാക്ക് എന്ന് പറയുന്ന ആളാണ്. ശരിക്കും പറഞ്ഞാൽ റെനി ലെനാക്ക് ആരാണെന്നറിയോ? സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ച ആളാണ് റെനി ലെനാക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ആളിത് കണ്ടുപിടിച്ചത് തന്നെ എന്തിനാണെന്നറിയോ? ബ്രോങ്കി എക്ടാസിസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത്. അപ്പോൾ ബ്രോങ്കി എക്ടാസിസ് എന്ന് പറയുന്നത് ക്രോണിക് ലങ് കണ്ടീഷൻ ക്യാരക്ടറൈസ്ഡ് ബൈ പെർമനൻറ്റ് ഡൈലേഷൻ ആൻഡ് ഡാമേജ് ഓഫ് ബ്രോങ്കൈ ഡ്യൂ ടു റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ, ഇൻഫ്ലമേഷൻ, അതായത് ഡൈലേഷൻ ആണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് എക്ടാസിസ് എന്താണ്, സ്റ്റെനോസിസ് എന്താണെന്നുള്ളൊരു ഡിഫറൻഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. അപ്പോൾ എക്ടാസിസ് എന്ന് പറയുന്നത് ഡൈലേഷൻ, അപ്പോൾ ബ്രോങ്കി എക്ടാസിസ് എന്ന് പറയുന്നത് ഡൈലേഷൻ ഓഫ് ബ്രോങ്കെ. അപ്പോൾ ബ്രോങ്കെ സ്റ്റെനോസിസ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെനോസിസ് എന്ന് പറയുമ്പോൾ ഡൈലേഷൻ്റെ ഓപ്പോസിറ്റ് കൺസ്ട്രിക്ഷൻ. ഓക്കെ, ഇനിയുള്ളതാണ് ഡിഫൈൻ ഡെർമറ്റൈറ്റിസ്. ഡെർമറ്റൈറ്റിസിൻ്റെ വേറൊരു പേര് നിങ്ങൾക്കറിയോ? എസീമ. അപ്പോൾ എസീമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല എന്ന് പറയരുത്. ഡെർമറ്റൈറ്റിസിൻ്റെ വേറൊരു പേരാണ്. അതായത് നമ്മുടെ സ്കിന്നിൽ എന്താണ്? റെഡ്നെസ്, ഇച്ചിങ്, സ്വെല്ലിങ്, അത് ചിലപ്പോൾ സമയത്ത് ബ്ലിസ്റ്ററിങ്, അതായത് ചിലപ്പോൾ അലർജി എന്തെങ്കിലും കാരണങ്ങൾ കാരണം ഉണ്ടാകുന്നതാണ് ഈ ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ഒരു മൈക്രോബയോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഓർമ്മയുണ്ടോ എന്ന് അറിയത്തില്ല. ക്ലോസ്ട്രീഡിയ അല്ല, കാൻഡിഡ അൽബിക്കൻസ് നാപ്കിൻ ഡെർമറ്റൈറ്റിസ് ഇൻഫൻസിന് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അത് ഓർത്തിരുന്നാൽ മതി, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. സോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ആ ഒരു ഏകദേശം ഒരു 20 മേലെ ഒരു ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും. അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് അപ്പോൾ ഓൾറെഡി KUHS ആൻഡ് MG അങ്ങനത്തെ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ എക്സാം ഒരു മെയ് ഫസ്റ്റ് വീക്കൊക്കെ കഴിയും. KUHSൻ്റെ ഓൾറെഡി കഴിഞ്ഞു. ഇനി RGHSനാണ്. അപ്പോൾ അവർ നല്ലപോലെ പഠിക്കുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.